إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير لعلكم تفلحون ഏറെ സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും കൽപ്പനകളുമൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷ്മതയോടുകൂടി ചിട്ടയോടുകൂടി പാലിക്കുകയും തഖ്വയുള്ളവരായി മാറണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു മുസ്ലിം എന്ന നിലക്ക് അള്ളാഹുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നത് നമ്മുടെ പരലോകത്തെ വിജയത്തിന് വളരെ പ്രധാനമാണ്. പരലോകത്തെ ഉന്നതമായ ദറജകൾ കിട്ടുന്നതിനും അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത സാമീപ്യം കിട്ടുന്നതിനുമൊക്കെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഒരു മുഅ്മിനും മറ്റൊരു മുഅ്മിനും, ഒരു മുസ്ലിമും മറ്റൊരു മുസ്ലിമും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നതും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനൊക്കെ അപ്പുറത്ത് നമ്മളൊക്കെ ഒരു മനുഷ്യൻ എന്ന നിലക്ക് മറ്റു മനുഷ്യരുമായിട്ടുള്ള ബന്ധവും സൗഹൃദവും സ്നേഹവും ഒരു സഹായ മനസ്സുമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ വിശ്വാസി എന്ന നിലക്ക് നമുക്ക് മുഅ്മിനുകളോട് കൂടുതൽ ആത്മബന്ധമുണ്ട്, നമ്മുടെ ഒരു ആദർശത്തിൻ്റെ വക്താക്കൾ എന്ന നിലക്ക്. എന്നാൽ ഭൂമിയിലെ സകല മനുഷ്യരോടും സഹജീവികളോടുമൊക്കെ നമുക്ക് ബാധ്യതകളുണ്ട്. നമ്മുടെ ബന്ധം ശക്തമാകേണ്ടതുണ്ട്. അള്ളാഹുവുമായിട്ടുള്ള ബന്ധവും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ സ്രഷ്ടാവിനോടുള്ള അള്ളാഹുവിനോടുള്ള ബാധ്യത നിറവേറ്റുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ മനുഷ്യർ തമ്മിലുള്ള ബന്ധപ്പെട്ട ബാധ്യതകളും കടമകളും ഒക്കെ നിറവേറ്റുക എന്നത്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഹജ്ജിലെ 77-ാമത്തെ ആയത്തിൽ നമ്മെ അത് ഓർമ്മിപ്പിക്കുന്നു. അതാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഓതി കേൾപ്പിച്ച വചനവും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനുകളെ, വിശ്വാസികളെ വിളിച്ചു പറയണം, മുഅ്മിനുകളെ, ഇർകഉ വസ്ജുദു, നിങ്ങൾ റുകൂഉം സുജൂദും ചെയ്യണം. വഅബ്ദു റബ്ബക്കും, നിങ്ങൾ അല്ലാഹുവിനെ, നിങ്ങളുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുകയും ആരാധിക്കുകയും വേണം. വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ ധാരാളം നന്മകൾ ചെയ്യുകയും വേണം, നന്മ പ്രവർത്തിക്കുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിജയിക്കും എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ആളുകൾ
ഇവിടെ റുക്കൂവും സുജൂദും എന്ന് പറഞ്ഞത് നമസ്കാരത്തെക്കുറിച്ചാണ്. ഫർളാവട്ടെ സുന്നത്താവട്ടെ നമസ്കാരം വർദ്ധിപ്പിക്കുക, ഫർളായി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുക, സുന്നത്തായത് അതിന്റെ നിയമങ്ങൾ അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്ന അത്ര ചെയ്യുക, പരമാവധി റുക്കൂവും സുജൂദും വർദ്ധിപ്പിക്കുക എന്നതാണ്. ഇവിടെ ഇബാദത്ത് കൊണ്ട് സൂചിപ്പിച്ചത് നമസ്കാരം പോലെ തന്നെ ഒരുപാട് ഇബാദത്തുകൾ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്, റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യുക എന്നതാണ്. അതുപോലെ തന്നെ ധാരാളം നന്മകൾ ചെയ്യുകയും വേണം എന്നതാണ് മൂന്നാമതായി പറയുന്നത്. ഈ മൂന്നും ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നത് വളരെ ഗൗരവത്തിലാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഒരാൾ നമസ്കാരം മാത്രം നിർവഹിച്ചു കഴിഞ്ഞുപോയി, അത് പോരാ. അല്ലെങ്കിൽ ഒരാൾ ഇബാദത്തുകളിൽ മാത്രം ഒഴുകി ജീവിച്ചു, അത് പോരാ. ഒരാള് സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്ത് ജനസേവനം മാത്രം എഴുതി ജീവിച്ചു, മറ്റേ രണ്ടുമില്ല, അതും പോരാ. ഒരു സമ്മിശ്രമായ തലത്തിൽ ഈ പ്രവർത്തനങ്ങളെ ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകണം എന്നതാണ് ഖുർആൻ ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ആയത്തിൽ ഒരു മുഅ്മിനിന്റെ ജീവിതം എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബാധ്യത എന്താണ് എന്ന് ഖുർആൻ കൃത്യമായി പറഞ്ഞു തരികയാണ്. നമസ്കാരത്തെ ഓർമ്മപ്പെടുത്തുന്നു. നമസ്കാരം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഗുണങ്ങൾ ഉണ്ടാകാൻ കൂടിയാണല്ലോ നമസ്കാരം. നമസ്കാരം നമുക്ക് സമയത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധം നൽകണം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. സമയബന്ധിതമാണ് ഫർദ് നിസ്കാരങ്ങളൊക്കെ, കൃത്യമായി അതിന് സമയം നിശ്ചയിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും നമുക്ക് സൗകര്യം കിട്ടുമ്പോൾ ചെയ്താൽ പോരാ. അപ്പൊ നമ്മളെ സമയത്തെക്കുറിച്ച് കൃത്യമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഖുർആൻ എന്ന് പറയുന്നത്. നമസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തത്, കൃത്യമായി നമസ്കരിക്കുന്ന ഒരു മനുഷ്യന്റെ അടുക്കൽ എന്ത് ഗുണമാണ് ഉണ്ടാകേണ്ടത് ഖുർആൻ അതും പറയുന്നുണ്ട്. തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അവന്റെ ജീവിതത്തിൽ പിന്നെ മോശപ്പെട്ട പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല. ഒരു മനുഷ്യൻ വെറുക്കുന്ന ഒരു പ്രവർത്തനം അയാളുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. അത് നമസ്കാരം കൊണ്ട്, അയാളുടെ ഭക്തി കൊണ്ട്, നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ കൊണ്ട്, അയാളുടെ ഇബാദത്തുകൾ കൊണ്ട് അയാൾക്ക് ഉണ്ടാകേണ്ടതാണ്. ആ നിലയ്ക്ക് നമസ്കാരത്തെ നമുക്ക് ചെയ്യാൻ, നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കുക. ഒന്നതാണ് അവിടെ സൂചിപ്പിച്ചത്. രണ്ടാമത്തെ നോക്കൂ, നമസ്കാരം കൊണ്ട് നമുക്ക് എന്താണ് മറ്റൊന്ന് കിട്ടുന്നത്? തസ്കിയത്താണ്, ആത്മശുദ്ധീകരണം നടക്കും. ഞാൻ സൂചിപ്പിച്ചു. അതിലൂടെ നമുക്ക് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണ്? ദൈവഭക്തിയാണ്, അള്ളാഹിനെ കുറിച്ചുള്ള ബോധമാണ്, തഖ്വയാണ്, സൂക്ഷ്മതയാണ്. എവിടെയും ഏത് സാഹചര്യത്തിൽപ്പെട്ടാലും പടച്ചോനെ കുറിച്ചുള്ള ഓർമ്മകളും അതുപോലെ തന്നെ പടച്ചോൻ പറഞ്ഞ നിയമങ്ങളെ പാലിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമസ്കാരം കൊണ്ട് നമുക്ക് ഉണ്ടാകേണ്ട ഗുണമെന്ന് പറയുന്നത്. രണ്ടാമത് ഇവിടെ സൂചിപ്പിച്ച നമസ്കാരമടക്കമുള്ള ഇബാദത്തുകൾ, ദിക്റുകളാവാം, നമ്മുടെ ദുആകളാവാം, നമ്മുടെ തസ്ബീഹുകളാകാം, ഖുർആൻ പാരായണമാവാം, ഇസ്തിഗ്ഫാറിനോടുള്ള നമ്മുടെ സമീപനം, ഇസ്തിഗ്ഫാർ ചോദിക്കലാകാം, തൗബയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാകാം, നമ്മുടെ മറ്റ് കർമ്മങ്ങൾ, ബലികർമ്മം ഉൾപ്പെടെയുള്ള ഇബാദത്തിന്റെ പരിധിയിൽപ്പെടുന്ന കാര്യങ്ങളൊക്കെ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. മൂന്നാമത് പറഞ്ഞത് നന്മ പ്രവർത്തിക്കാനാണ്. സൽക്കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നതാണ്. നമസ്കാരം, ആരാധനകൾക്കൊക്കെ പുറമെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ത്? നന്മ, അല്ലെങ്കിൽ ഒരു സ്വാലിഹായ അമൽ എന്നത്. അമൽ സ്വാലിഹാത്തിന്റെ കാര്യങ്ങളിൽ നമ്മൾ എവിടെയാണ് എന്നുള്ളതാണ്. അപ്പൊ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നത്, ഒരാൾ വിഷമിക്കുന്നു, അയാൾക്ക് ഉപകാരം ചെയ്യാം. അയാൾക്ക് വേണ്ടി നമ്മുടെ സമയം മാറ്റിവെക്കുന്നു, നമ്മുടെ സമ്പത്ത് മാറ്റിവെക്കുന്നു, നമ്മുടെ അധ്വാനം മാറ്റിവെക്കുന്നു. അതൊരു വലിയ പ്രവർത്തനമാണ്. നമ്മളിൽ അതുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. പ്രയാസപ്പെട്ട് ഒരാൾ നമ്മുടെ അടുത്ത് അല്പം പണത്തിന് വേണ്ടി വന്നു, ദാനത്തിന് വേണ്ടി വന്നു, ദാനധർമ്മം ചെയ്യുക, സ്വതക്ക ചെയ്യുക. നമ്മുടെ സാമ്പത്തികമായ കൃത്യമായി കൊടുക്കേണ്ട ബാധ്യത ഉണ്ട് സക്കാത്ത്. അത് അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട വളരെ മർമ്മപ്രധാനമായ ഒരു വിഷയമാണ്. അതിനപ്പുറത്ത് ഇഷ്ടം പോലെ ചെയ്യേണ്ടതാണ് സ്വതക്ക എന്ന് പറയുന്നത്, ദാനധർമ്മം എന്ന് പറയുന്നത്. അത് നമുക്ക് ഉണ്ടായിട്ട് കൊടുക്കാനല്ല പറഞ്ഞത്, നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിൽ നിന്ന് കൊടുക്കാനാണ് പറഞ്ഞത്. എന്റെ കയ്യിൽ ഒന്നുമില്ല എന്നല്ല, നമുക്ക് എന്താണോ പടച്ചോൻ തന്നത് അതിൽ നിന്ന് കൊടുക്കാൻ പറഞ്ഞു. അതിൽ വ്യത്യസ്തമായ അളവുണ്ടായിരിക്കും. ഒരാൾക്കാർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ടാവും, ചില ആൾക്കാർക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ടാവും. ഉള്ളതിൽ നിന്ന്, നമുക്ക് ആവശ്യമുള്ളതിൽ നിന്ന് മാറ്റിവെച്ച് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്നിടത്ത് പറഞ്ഞപ്പോ, നമുക്ക് ഭക്ഷണത്തോട് പ്രിയമുണ്ട്, എനിക്ക് ഭക്ഷണം ആവശ്യമുണ്ട്, എനിക്ക് വിശപ്പുണ്ട്, പക്ഷേ ഞാൻ എൻ്റെ വിശപ്പിനെ പകുതിയാക്കണം,
പകുതി വിശപ്പ് മാറ്റി പകുതി മറ്റൊരാളുടെ വിശപ്പ് മാറ്റാം, അങ്ങനെ കൊടുക്കണം എന്ന നിലക്കാണ് ഖുർആൻ നമ്മളെ പരിശീലിപ്പിച്ചെടുക്കുന്നത്. ആ തലത്തിലേക്ക് നമ്മൾ വളരുന്നുണ്ടോ എന്ന് പ്രിയപ്പെട്ടവർ നമ്മൾ ആലോചിച്ച് നോക്കുക. അതോടൊപ്പം തന്നെ നന്നായി പെരുമാറാം. ഹസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവം. അയാൾ നല്ല സ്വഭാവമാണ്, അയാളോട് എന്തും പറയാം, ദേഷ്യം പിടിക്കൂല, തർക്കിക്കൂല, വാശി പിടിച്ചെന്തെങ്കിലും പറയില്ല. നല്ല സ്വഭാവമാണ്, നല്ല പെരുമാറ്റമാണ്. അത് ജീവിതത്തിൽ അതൊരു പുണ്യകർമ്മമാണ്. ഒരാൾ നല്ല പെരുമാറാൻ പറഞ്ഞാൽ അയാൾക്ക് കൂലിയിട്ടെന്നർത്ഥം. സൽസ്വഭാവം എന്നത് ഏറ്റവും വലിയ പുണ്യപ്രവർത്തനമാണ് എന്നതാണ്. അപ്പൊ നമ്മുടെ സ്വഭാവം നന്നാക്കിയാൽ തന്നെ അതൊരു അമൽ സ്വാലിഹാത്തിന്റെ ഭാഗമായി മാറുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. നല്ലത് ഉപദേശിച്ചു കൊടുക്കുക. ഒരു തെറ്റ് കണ്ടു, ഒരു തിന്മ കണ്ടു, നന്നായി ഉപദേശിക്കുക, നല്ലത് പറഞ്ഞു കൊടുക്കുക. അത് ശരിയല്ല, ഇതാണ് ചെയ്യേണ്ടത് എന്ന് വളരെ സൗമ്യമായി അവരോട് അത് ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ആളുകൾക്ക് ഉപദേശം പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ നന്മയിൽ സഹകരിക്കുക. ഒരാൾ നല്ല കാര്യം ചെയ്യുന്നുണ്ട്, നമ്മളെ കൂടി ഒന്ന് താങ്ങായാൽ, ഒരു തണലായാൽ അത് കുറച്ചും കൂടി നന്നാവും. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുക. വിട്ടുപോവുകയും വേറിടാൻ സാധ്യതയുള്ളതൊക്കെ കൂടുതൽ ശക്തിപ്പെടുത്തുക. പണക്കങ്ങളൊക്കെ ഇണക്കി മാറ്റാം. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാം. നമ്മുടെ സഹജീവികളോട് ദയ കാണിക്കുക. മൃഗങ്ങളാവട്ടെ, പക്ഷികളാവട്ടെ, സസ്യങ്ങളെ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്നേഹിക്കാൻ പഠിപ്പിച്ചു. അല്ലെ, നമ്മുടെ കയ്യിൽ ഒരു വേര് പിടിക്കുമെന്ന് തോന്നുന്ന ഒരു ചെടി ഉണ്ടെങ്കിൽ അത് മണ്ണിലേക്ക് വെച്ച് അതിനോട് കരുണ കാണിക്കാൻ റസൂലുള്ള പഠിപ്പിച്ചു. കർഷക സമരം വളരെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാർഷിക പാഠങ്ങളൊക്കെ നമ്മൾ വായിച്ചാൽ അത്ഭുതപ്പെടും. തരിശായി കിടക്കുന്ന ഭൂമിയോട്, കൃഷി ചെയ്യാതെ കിടക്കുന്ന മണ്ണിനോടൊക്കെ റസൂലുള്ള അതിന് കൊടുത്ത താക്കീതുകൾ വളരെ ഗൗരവമുള്ളതാണ്. കാർഷികമായ ഒരു സംസ്കാരം യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. കൃഷി നമ്മുടെ ജീവിത ആധാരമാണ്. നമുക്ക് ജീവിക്കാനുള്ള വിഭവം കൃഷി, മണ്ണിൽ നിന്ന് അതുണ്ടായി വരണം, വളർന്നു വരണം. സസ്യങ്ങളെക്കുറിച്ച്, കായ്കനികളെക്കുറിച്ച്, പടർന്ന് പന്തലിക്കുന്ന സസ്യങ്ങളെക്കുറിച്ച്, നിങ്ങൾക്ക് തിന്നാനുള്ള വിഭവങ്ങളെക്കുറിച്ചൊക്കെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് സസ്യങ്ങളാവട്ടെ, അതിൽ നിന്ന് ഭക്ഷിക്കാനുള്ള പക്ഷികളാവട്ടെ, മൃഗങ്ങളാവട്ടെ, അവരോടൊക്കെയുള്ള ദയാവായ്പ, സ്നേഹം, കരുണ എന്നതിനൊക്കെ നമുക്ക് പുണ്യമുണ്ട്, കൂലിയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇടപാടുകളിൽ നമ്മൾ മാന്യത കാണിക്കുക എന്നതൊക്കെ നമ്മുടെ നല്ല പ്രവർത്തനത്തിൽപ്പെട്ടതാണ്. നന്മയുടെ പ്രവർത്തന മേഖലയാണ് അത് എന്ന് മനസ്സിലാക്കുക. ഞാൻ സൂചിപ്പിച്ചത് നമ്മൾ കേവലം നിസ്കരിച്ചത് കൊണ്ട് മാത്രം ഈ ആയത്തിനോട് നീതി പുലർത്താൻ കഴിയില്ല. കേവലം ഇബാദത്തുകളിൽ മുഴുകിക്കൊണ്ട് മാത്രം നമുക്ക് ഈ ആയത്തിനോട് നീതി പുലർത്താൻ കഴിയില്ല. അമൽ സാലിഹാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ അതോടൊപ്പം വേണമെന്നതാണ്. മറ്റതൊക്കെ കൃത്യമായി നിർവഹിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് സന്ദർഭവും സാഹചര്യവും ഒത്തുവരുമ്പോൾ ഒരു മുഅ്മിനിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ്. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അത് കൂടുതലുമാണ്. എന്നാൽ ചില ആൾക്കാർ സാമൂഹ്യ സേവനം മാത്രം, അതിൻ്റെ ഇടയിൽ വാക്കുകൂലി പോലും കേൾക്കില്ല. പള്ളിന്റെ മുന്നിൽ കൂടെ പോയാലും ചിലപ്പോൾ അങ്ങനെ കയറാൻ തോന്നില്ല. മറ്റതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അങ്ങനെയില്ല. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ആഹാരവുമായി ബന്ധപ്പെട്ട കണക്ക് പുസ്തകത്തിൽ കൃത്യമായി കണക്കുകൾ ബോധിപ്പിക്കേണ്ടതാണ്. അതോടൊപ്പം നമ്മൾ സേവന സന്നദ്ധരായി, സൽക്കർമ്മ നിരതരായി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നതാണ്. സാമൂഹ്യ ജീവിതത്തിൽ ഇടപെട്ട് നന്മ പ്രവർത്തിക്കാത്തവരെ ഖുർആൻ താക്കീത് ചെയ്യുന്നുണ്ട്. സമൂഹത്തിൽ ഒരുപാട് വിഷമിക്കുന്ന ആളുകൾ, വിശപ്പനുഭവിക്കുന്നവർ, വീടില്ലാത്തവർ, അതുപോലെ തന്നെ നമ്മുടെ സഹായവും സേവനവും ആവശ്യമുള്ള ഒരുപാട് ആളുകൾ നാട്ടിലുണ്ടാവാം. എന്നിട്ട് അവരുടെ വിഷയത്തിലൊന്നും ഇടപെടാത്തവരെ പറ്റി ഖുർആൻ താക്കീത് ചെയ്തിട്ടില്ലേ? പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഊനിൽ പറഞ്ഞില്ലേ, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, മതത്തെ വ്യാജമാക്കുന്നവനെ നിങ്ങൾ കണ്ടുപോകും. മതം ഇല്ല എന്ന് പറയാം, മതത്തെ നിഷേധിക്കുക, മതത്തെ കളവാക്കുക. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? അള്ളല്ല എന്ന് പറഞ്ഞതിന്റെ പേരിലല്ല, റസൂലില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലല്ല, ഖുർആൻ ശരിയല്ല എന്ന് പറഞ്ഞതിന്റെ പേരിലല്ല. വേറൊരു വിഷയം തന്നെ എടുത്ത് ഖുർആൻ പറഞ്ഞു, ഫദാലിക്കല്ലദീ യദുഉൽ യതീം, അനാഥക്കുട്ടിയെ തള്ളിവിട്ടവനാണ് അവൻ. അനാഥക്കുട്ടിയുടെ വിഷയത്തിൽ അവൻ ശ്രദ്ധിച്ചില്ല എന്ന് ഗൗരവത്തിൽ പറഞ്ഞു. വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ, പാവപ്പെട്ടവന്റെ ഭക്ഷണത്തെ പറ്റി അവൻ പ്രോത്സാഹനം നൽകിയില്ല. പലപ്പോഴും പല പ്രോജക്റ്റുകളും പല തീരുമാനങ്ങളും പലപ്പോൾ പാവപ്പെട്ടവന്റെ വിഷയം വരുമ്പോൾ മുടക്കാൻ എളുപ്പമുണ്ടാവും. പക്ഷേ ഇതൊരു പ്രോത്സാഹിപ്പിച്ചില്ല. ഒരാൾ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഉഷാറായി, അത് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞ് അവനെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ ചെയ്യാത്തവൻ മതത്തിന്റെ നിഷേധിയാണെന്ന് പറഞ്ഞത്. അവൻ മതം പറ്റ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ മതത്തെ കളവാക്കി എന്ന് പറഞ്ഞാൽ മതം നിശ്ചയിച്ച എല്ലാം അവൻ തള്ളിപ്പറഞ്ഞു എന്നാണ്. പിന്നെ മരണാനന്തര ലോകത്തെക്കുറിച്ച് അവന് പ്രതീക്ഷയില്ല.
സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് അവൻ ചർച്ചയില്ല. മതത്തെ തന്നെ അവൻ നിഷേധിച്ചിരിക്കുന്നു എന്ന് പറയാൻ ഞാൻ സൂചിപ്പിച്ചത്, ഈ ചുറ്റുവട്ടങ്ങളിൽ ഇത്തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് സേവനം ചെയ്യുക, അവർക്ക് സഹായിക്കാൻ ആവശ്യമായ സംഗതികൾ ഉണ്ടാക്കുക എന്നതൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്നതാണ്. ജനങ്ങളോടൊപ്പം അവരെ സ്നേഹിച്ചും അവരെ സഹായിച്ചും അവർക്ക് സേവനം ചെയ്തുമൊക്കെ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുന്ന, മാത്രമല്ല സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങളായിട്ടാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുക, ജനോപകാര പ്രവർത്തനങ്ങൾ ഇപ്പൊ അതിന്റെ സമയമാണ്, വാഗ്ദാനങ്ങളുടെ സമയമാണ്. ഒരു ഇലക്ഷന് തൊട്ടു മുമ്പാണ് നമ്മളുള്ളത്. നമ്മളൊരു ഇലക്ഷനിലേക്ക് പോവാണ്. സ്ഥാനാർത്ഥികൾ പല രൂപത്തിലുള്ള പ്രകടന പത്രികകൾ പുറത്തിറക്കി, മുന്നണികൾ പുറത്തിറക്കിയിട്ടുണ്ട്. പലപ്പോഴും ഇതൊന്നും പാലിക്കപ്പെടാറില്ല. പാലിക്കാമെന്ന വാഗ്ദാനങ്ങളിൽ ഒതുങ്ങാറാണ്. പക്ഷേ അധികാര കേന്ദ്രങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവർ സാമൂഹ്യമായ വേദനകൾ അനുഭവിക്കുന്നവർക്ക് താങ്ങും തണലും ആവുന്നവരാകണം എന്നത് നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു ഉദ്ദേശം ഉണ്ടാകണം. അതിനെപ്പറ്റി നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നവരാകണം എന്ന് നമുക്കൊരു നിർബന്ധ ബുദ്ധി ഉണ്ടാകണം. ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്നവരുടെ കൂടെ നിങ്ങൾ സഹകരിക്കുക. പാവപ്പെട്ടവന്റെ വേദനയും വിശക്കുന്നവന്റെ വിശപ്പുമൊക്കെ അറിയുന്നവരെ അവനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം ഉണ്ടാകണമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു അവസരമാണ്. പ്രത്യേകിച്ച് നമ്മളൊരു ബഹുസ്വര സമൂഹത്തിലാണ്, ഒരു ജനാധിപത്യ സംവിധാനത്തിലാണ്, നമുക്കൊരു ഭരണഘടന നിലവിലുണ്ട്. ഈ ഒരു ബഹുമത സമൂഹം എന്ന നിലക്ക് ഭരണഘടനയുടെ അന്തസ്സത്തെ കാത്തുസൂക്ഷിച്ചുകൊണ്ടുള്ള ജനാധിപത്യപരമായ ഇടപെടലിന് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഓരോ വ്യക്തിക്കും പരിപൂർണ സ്വാതന്ത്ര്യമുണ്ട്. അവന് വിശ്വാസവുമായി പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവന്റെ ആരാധനകൾ അനുഷ്ഠിച്ച് മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവന്റെ ശരീരത്തിനനുസരിച്ചുള്ള നിയമവ്യവസ്ഥയ്ക്കൂടെ സ്വാതന്ത്ര്യമുണ്ട്. എന്തെങ്കിലും തടസ്സപ്പെട്ടാൽ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയെ സമീപിച്ച് അവന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാനും അത് വാങ്ങിയെടുക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത്തരം ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ നമുക്ക് നിശ്ചയിക്കപ്പെട്ട വോട്ട് നിർബന്ധമായി നമ്മൾ ചെയ്യണം. അത് നമ്മുടെ ബാധ്യതയാണ്. ഒരു കാലത്ത് മുസ്ലിം സമുദായത്തിൽ വോട്ട് ചെയ്യരുത് അല്ലെങ്കിൽ വോട്ടിനെ നിരുത്സാഹപ്പെടുത്തിയ ഒരു സാഹചര്യം വന്നിരുന്നു. അന്നത്തെ കാലത്ത് ഒരുപാട് ആളുകൾ ആ ഒരു ചിന്തയിൽ പെട്ടുപോയി. നമ്മളത് മേഖലയിൽ ഒരുപാട് പുറകോട്ട് പോയി. രാഷ്ട്രീയ അധികാരം എന്നത്, അതുപോലെ തന്നെ ഭരണകൂടത്തിന്റെ കർമ്മമണ്ഡലങ്ങളിൽ പങ്കാളിത്തം എന്നത് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും നമ്മുടെ സമൂഹത്തിന് സേവനം ചെയ്യാനുമുള്ള വലിയൊരു മാർഗമാണ്. അപ്പൊ അതിനെ പറ്റിയ ആളുകളെ നമ്മൾ തെരഞ്ഞെടുക്കണം. നന്മയുള്ള, സേവന മനസ്ഥിതിയുള്ള, അതുപോലെ തന്നെ നീതിക്ക് വേണ്ടി ശബ്ദിക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് നമ്മുടെ വോട്ടുകൾ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. വ്യക്തിപരം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഒരു മുന്നണി സമ്പ്രദായമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ മുന്നണിക്കും ഓരോ പാർട്ടിക്കും ഒക്കെ അവരുടേതായ ഐഡിയോളജികൾ ഉണ്ടാവും. പക്ഷെ ഇപ്പോ ഐഡിയോളജികളൊക്കെ എല്ലാവരും മറന്ന് വികസനം എന്നൊരു മുദ്രാവാക്യത്തെ മുന്നിൽ നിർത്തിയാണ് നമ്മുടെ നാട്ടിലൊക്കെയുള്ള പ്രവർത്തനം നടന്നു പോകുന്നത്. കോൺഗ്രസിന് ഒരു ദർശനമുണ്ട്, അവർ ഉയർത്തിപ്പിടിക്കുന്ന ചില മുദ്രാവാക്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് അവരുടെ ഒരു മുദ്രാവാക്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഫാസിസ്റ്റ് സംഘടനകൾക്ക് അവരുടേതായ ഒരു മുദ്രാവാക്യമുണ്ട്, അവരുടെ ഐഡിയോളജിയുണ്ട്. അവരെ മുന്നോട്ട് വെക്കുന്ന ചില പ്രത്യയശാസ്ത്രങ്ങളുണ്ട്. മുമ്പൊക്കെ പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത്, മാറ്റുരച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ട്. പലതരത്തിലുള്ള മുന്നണി സമ്പ്രദായങ്ങൾ നിലവിലുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ നാടിന്റെ നന്മ, ജനങ്ങളുടെ നന്മ, അവരുടെ വേദന, അവരുടെ വിഷമങ്ങൾ, അവർക്ക് ഭരണകൂടത്തിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഒക്കെ നേടിയെടുക്കാൻ പ്രാപ്തമായ ആളുകളെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മുടെ വോട്ട് വളരെ പ്രധാനമാണ്. ആ വോട്ട് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ നിർവഹിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചത് ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. സാമൂഹ്യ സേവന രംഗത്ത് നമ്മൾ നിറഞ്ഞു നിൽക്കുന്നതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ജനോപകാര പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇസ്ലാം അവിടെ കർശനമായ ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. ആളുകൾക്ക് സേവനം ചെയ്യുക എന്നുള്ളത് ആളെ കാണിക്കാനല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്, ആളെ കാണിക്കാനുള്ള പ്രവർത്തനമല്ല. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു സേവന പ്രവർത്തനത്തിന് പോകുമ്പോൾ അയാളുടെ നീയത്ത് വളരെ പ്രധാനമാണ്. ഇവിടുത്തെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ കുറെ പ്രകടനപരതകളുണ്ട്. അത് ചിലപ്പോൾ ഹലാലമായ മാർഗത്തിൽ വരുന്നതുണ്ടാകാം, ഹറാമായ മാർഗത്തിലും വരുന്നുണ്ടാകും. ഓരോ വ്യക്തിയും ഇടപെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. നീയത്ത് വളരെ പ്രധാനമാണ്. ആളെ കാണിക്കാനാകരുത് എന്നത് കൃത്യമാണ്. ഇതൊരു ആഡംബരത്തിന് വേണ്ടി ഉപയോഗിക്കാനും പാടില്ല. ഞാനൊരു സംഭവമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു മുമ്പിൽ നിരന്തരമായി സേവന പ്രവർത്തനങ്ങൾ ചെയ്യാം, അതും ഉണ്ടാകാൻ പാടില്ല. ഇത് നമ്മുടെ ഈമാനിനെ ബാധിക്കുന്ന വിഷയമാണ്, നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്,
നമ്മുടെ സേവന പ്രവർത്തനങ്ങൾ. അത് പ്രതിഫലാർഹമായതുകൊണ്ട് തന്നെ അതിൽ ശിക്ഷ വരാനുള്ള, കുറ്റം സംഭവിക്കാനുള്ള സാഹചര്യവും ഉണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. ഈ വിഷയത്തിൽ കൂടുതൽ പറയേണ്ടതില്ല, നമുക്കറിയാം ഇതിന്റെ ഒരു മാന മൊത്തത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുന്നാസി ഇലല്ലാഹ് അൻഫഉഹും ലിന്നാസ്. അള്ളാഹുവിന് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിലരുണ്ട്, ഏറ്റവും പ്രിയപ്പെട്ടവരുണ്ട്. ആരാണത്? അൻഫഉഹും ലിന്നാസ്. ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന വ്യക്തി ആരാണോ അയാളെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. ജനസേവനത്തിന് വേണ്ടി ഇറങ്ങിപ്പെടുന്ന ആൾക്കാരുടെ കുറ്റക്കുറവൊക്കെ നമ്മൾ നോക്കും. പക്ഷെ അയാൾ വളരെ ഇഖ്ലാസോട് കൂടിയാണ് അത് നിർവഹിക്കുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ ചിലപ്പോൾ നമ്മളെക്കാളും പ്രിയപ്പെട്ടവൻ അള്ളാഹുവിന് അയാളാകാൻ സാധ്യതയുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആ നിലക്ക് സേവന പ്രവർത്തനങ്ങളിൽ നമുക്ക് പങ്കാളിയാകാം. ശേഷം റസൂൽ പറഞ്ഞു, വഅഹബ്ബുൽ അഅമാലി ഇലല്ലാഹ് സുറൂറിൻ തുദ്ഖിലുഹു അലാ മുസ്ലിം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം എന്താണ്? ഒരു മുസൽമാന്റെ മനസ്സിന് സന്തോഷം കൊടുക്കുന്ന ഒരു പണി ഒരാൾ എടുക്കുക എന്നുള്ളതാണ്. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഹൃദയത്തിന് സന്തോഷം പകരുന്ന ഒരു പ്രവർത്തനം ചെയ്യാം, അത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഔ തക്ഷിഫു അൻഹു കുർബത്തൻ. ഒരാളുടെ പ്രയാസം അകറ്റി കൊടുക്കുക. പ്രയാസം എന്തോ ആവട്ടെ, മാനസികമാവും, ശാരീരികമാവും, സാമ്പത്തികമാവും ഒക്കെയാവും, സാമൂഹികമാവും, കുടുംബപരമാവും, വ്യക്തിപരമാവും. ഇതിലെവിടെയാണോ അയാളെ പ്രയാസം അത് അകറ്റി കൊടുക്കാൻ പറ്റുക. ഒരാൾക്ക് കടം കുടുങ്ങി, വലിയ പ്രയാസം ഉണ്ടായി, ജീവിതം മുട്ടി നിൽക്കുകയാണ്, കുടുംബത്തിൽ പട്ടിണിയാണ്. അത്തരത്തിൽ കടത്തിൽ അകപ്പെട്ട് കുടുങ്ങിപ്പോയ മനുഷ്യനെ കടം മുട്ടാൻ നിങ്ങൾക്ക് സഹായിക്കാം, അല്ലെങ്കിൽ അയാളുടെ ജീവിത ആവശ്യത്തിനാവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് സഹായിക്കാം. ഒരാൾ വിശപ്പ് കൊണ്ട് പൊറുതിമുട്ടുന്നു, അയാളുടെ വിശപ്പ് അകറ്റാൻ വേണ്ടി നിങ്ങൾക്ക് സഹായിക്കാം. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മേഖലയിലൊക്കെ നമുക്ക് മാതൃകയായിരുന്നു എന്ന് നമുക്കറിയാൻ പറ്റും. നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്നത് ഒരു ഇസ്ലാമിക പ്രവർത്തനത്തിന്റെ ഭാഗമായി മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് നമുക്ക് ഗുണപരമായി മാറുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജനാധിപത്യത്തിന്റെ ഈ സാമൂഹ്യ ഘടനയിൽ ഒരുപാട് പോരായ്മകൾ നമുക്ക് പറയാൻ പറ്റും. വ്യക്തിപരമായ പോരായ്മകൾ ഉണ്ടാവും, പാർട്ടികൾക്കും മുന്നണികൾക്കൊക്കെ പോരായ്മകൾ ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ പ്രവർത്തനത്തിന് ജനനന്മക്കുള്ള ഒരു സേവന പ്രവർത്തനമാക്കി മാറ്റാനുള്ള ഒരു നിയ്യത്തുണ്ടാകണം എന്നത് വളരെ പ്രധാനമാണ്. നോക്കൂ, റസൂലുള്ളാഹി ആരുടെയും വാക്കുകൾക്ക്, വേദനകൾക്ക്, വേവലാതികൾക്ക്, ആവലാതികൾക്കൊക്കെ കാതോർക്കുന്ന ഒരു നേതാവായിരുന്നു പ്രിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധ്യമായതൊക്കെ ചെയ്യാൻ മുന്നിട്ടിറങ്ങുന്ന നേതാവായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭരണാധികാരികൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കാതോർക്കുന്നവരാകണമെന്നും ജനങ്ങൾക്ക് കയ്യെത്തുന്ന ദൂരത്തിൽ അവർ ഭരണാധികാരികൾ ആ ഓരോ ഉത്തരവാദിത്തമേൽപ്പിക്കപ്പെട്ട ആളുകൾ ഉണ്ടാകണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകി. നമ്മുടെ ജനങ്ങൾക്ക് പലപ്പോഴും ഇവരൊക്കെ ഒന്ന് കാണണമെങ്കിൽ, ഒരു മെമ്പറെ കിട്ടണമെങ്കിൽ, ഒരു MLA കാണണമെങ്കിൽ, ഒരു MP കാണണമെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിൽ അതിൻ്റെയൊക്കെ ചില നീക്കുപോക്കുകളും ചില പ്രൊസീജിയറുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇസ്ലാമികമായ ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് ഒരാൾക്കൊരു അവസരം കിട്ടിയാൽ, ഒരു വാർഡ് മെമ്പർ ആകാൻ ചാൻസ് കിട്ടിയാൽ അയാൾ എപ്പോഴും ജനങ്ങൾക്ക് പ്രാപ്യമാണെന്നുള്ളതാണ്. ജനങ്ങളുടെ വിളിപ്പുറത്ത് അയാൾ ഉണ്ടാകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആവശ്യങ്ങൾ ഉണർത്താൻ വരുന്നവർക്ക് നേരെ, പാവപ്പെട്ടവർക്ക് നേരെ ഒരു ഭരണാധികാരി, ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ഒരു മനുഷ്യൻ, ഒരു ഭരണാധികാരി അയാളുടെ മുമ്പിൽ വാതിലുകൾ കൊട്ടിയടച്ചാൽ റസൂൽ പറഞ്ഞു, നാളെ അല്ലാഹു അവന്റെ മുമ്പിൽ ആകാശത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കുന്നതാണ്. അവന് പിന്നെ അങ്ങനെ പ്രവേശനമില്ലാത്ത രൂപത്തിൽ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുമെന്ന്. അപ്പോൾ വളരെ ഗൗരവമുള്ള ഒരു വിഷയമായിട്ടാണ് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നോക്കൂ, പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അവരുടെ പ്രബോധന പ്രവർത്തനങ്ങൾ അവർ വളരെ കൃത്യമായി നിർവഹിക്കുകയും ആളുകളെ ദീനിലേക്ക് ക്ഷണിക്കുകയും അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ എല്ലാ വിവിധ വിഷയങ്ങളിലൊക്കെ അവർ ഇടപെട്ട് പ്രവർത്തിച്ച നമുക്ക് കാണാൻ കഴിയും. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഭരണം ലഭിച്ച ഒരു പ്രവാചകനായിരുന്നു. രാഷ്ട്രീയ രംഗത്ത് അല്ലെങ്കിൽ നേതൃപരമായ രംഗത്ത്, ഭരണരംഗത്ത് ഇസ്ലാം എന്ത് ചെയ്യണം? എല്ലാ പ്രവാചകന്മാർക്കും ഭരണം നടത്തി മാതൃകാപരമായി കാണിക്കാൻ പറ്റിയിട്ടില്ല. ചില പ്രവാചകന്മാർക്ക് ഭരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അമാനത്തായി നൽകിയിട്ടുണ്ട്. ആ നിലയ്ക്ക് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ നാട്ടിൽ ഈജിപ്തിൽ ക്ഷാമം നേരിട്ടു, പട്ടിണി നേരിട്ട ഒരു കാലഘട്ടത്തിൽ വളരെ സുന്ദരമായ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കുകയും ഒരു ഭക്ഷ്യ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് ആളുകൾക്ക് ബോധം നൽകുകയും അതിന്റെ അളവും തൂക്കമൊക്കെ കൃത്യമായി നിർണയിച്ച ആളുകൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങളെ സാധ്യമാക്കുകയും ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്.
അതോടൊപ്പം തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വെള്ളമെടുക്കാൻ വന്ന 2 പെൺകുട്ടികൾ മാറി നിൽക്കുകയും തന്റെ ഊഴം വരുന്നത് കാത്തു നിന്ന് പ്രയാസപ്പെടുകയും ചെയ്യുന്നത് കണ്ടപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് വേണ്ടി സഹായം വാഗ്ദാനം ചെയ്യുകയും അവരെ സഹായിക്കുകയും ചെയ്ത സന്ദർഭത്തെ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഖലീഫമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പറഞ്ഞു. ഏത് സന്ദർഭങ്ങളിലാണ് റസൂൽ ഇല്ലാതെ പോയത്? എല്ലായിടത്തും റസൂൽ ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് വലിയ ശബ്ദം കേട്ടു, ആളുകളൊക്കെ സഹാബികളൊക്കെ ഓടിച്ചെന്ന് നോക്കുമ്പോൾ റസൂൽ അവിടെ നടന്നു വരുന്നത്, തിരിച്ചു വരികയാണ്. റസൂൽ പറഞ്ഞു, ആരും ഭയപ്പെടണ്ട, ഞാൻ പോയി നോക്കിയിട്ടുണ്ട്, അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇങ്ങനെ സംഭവിച്ചതാണ് എന്ന് റസൂൽ പറയാണ്. ആദ്യമെത്താൻ അവിടെ മാതൃകാപരമായി റസൂൽ നമുക്ക് മുമ്പിൽ ഉണ്ട് എന്നാണ് സൂചിപ്പിച്ചത്. എവിടെയും ഒരു മുഅ്മിൻ ഉണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഖലീഫമാരുടെ ജീവിതമാവട്ടെ, സഹാബികളുടെ ജീവിതമാവട്ടെ, മുഹാജിറുകളുടെയും അൻസാറുകളുടെയും ഒക്കെ ജീവിതമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ സേവനത്തിന്റെ, സഹായത്തിന്റെ, പരസ്പരമുള്ള സഹകരണത്തിന്റെ ഒക്കെ കുളിരണിയിപ്പിക്കുന്ന മനോഹരമായ ഒരുപാട് ഏടുകൾ നമുക്ക് വായിക്കാൻ കഴിയും. ആ നിലക്ക് നമ്മളും സാമൂഹ്യ രംഗത്ത് സജീവമാകണം. അവിടെ നല്ലൊരു മുസൽമാനായി തന്നെ നിലനിൽക്കണം. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ചിട്ടകളും നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നമുക്ക് ഒരുപാട് ചെയ്യാൻ കഴിയും. ആ നിലക്ക് ഉള്ള ഒരു ഇടപെടൽ, ഒരു നന്മയുടെ മേഖല കൂടി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. സാധ്യമായ തരത്തിലൊക്കെ ഇടപെട്ട് മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനൊക്കെയുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജനസേവന പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളിൽ ഇസ്ലാമികമായി എന്ത് സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നതാണ് സൂചിപ്പിച്ചത്. ജനങ്ങളുടെ നന്മ ഉദ്ദേശിച്ച് നമ്മൾ എന്ത് പ്രവർത്തനത്തിന് ഇറങ്ങിയാലും റബ്ബിന്റെ പ്രീതി, റബ്ബിന്റെ ഇഷ്ടം അത് പ്രതീക്ഷിച്ചാണ് ഒരു മുസൽമാൻ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എന്നാണ് ഖുർആൻ സൂറത്തുൽ ഇൻസാനിൽ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെലവഴിക്കുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്, ഞങ്ങൾ ഭക്ഷണം നൽകുന്നത്, ഒരാളെ സഹായിക്കാൻ അയാൾക്ക് ഭക്ഷണം നൽകുന്നത് പോലും ലിവജ്ഹില്ലാഹ്, അള്ളാഹുവിന്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ടാണ്. ലാ നുരീദു മിൻകും ജസാഅൻ വല ശുക്കൂറ, അത് കൊടുത്തതിന്റെ പേരിൽ അയാളിൽ നിന്നൊരു നന്ദി വാക്കോ പ്രത്യേകമായ എന്തെങ്കിലും പ്രതിഫലമോ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് ഇസ്ലാമിക സേവകന്റെ, ഇസ്ലാമിന്റെ ഒരു മുസ്ലിം സഹായം ചെയ്യുമ്പോൾ അയാളുടെ മാനസികാവസ്ഥ ഇങ്ങനെയാണ് വേണ്ടത് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ, നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, അള്ളാഹുവിന്റെ വജീഹിന് വേണ്ടി നമ്മൾ ഇടപെടുമ്പോൾ അള്ളാഹു നമ്മളെ തിരിച്ച് സഹായിക്കും. അവർക്ക് ആവശ്യമായ ദറജകൾ അള്ളാഹു കൊടുക്കും, ദുനിയാവിലും മഹത്വം കൊടുക്കും, അധികാരം കൊടുക്കും. അത്തരം കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ സഹായമായി ഭവിക്കുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മദീനയിലെ അന്ധയായ ഒരു സ്ത്രീ ഒരു കുടിലിൽ ജീവിക്കുന്ന ഒരു സംഭവം ചരിത്രത്തിലും അതുപോലെ ഹദീസുകളിലൊക്കെ കാണാൻ പറ്റും. ആ സ്ത്രീയെ സഹായിക്കാൻ ആരുമില്ല. അന്ധയായ ഒരു സ്ത്രീ ഒറ്റക്കൊരു കുടിലിൽ താമസിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഈ വിവരം അറിഞ്ഞു അവരെ എന്നും സേവിക്കാൻ വേണ്ടി, അവർക്ക് അവരുടെ സഹായം, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അതുപോലെ വൃത്തിയാക്കി കൊടുക്കുക, അവിടെ വീടും ചുറ്റുപാടൊക്കെ വൃത്തിയാക്കുക എന്നുള്ളത് ചെയ്യാന്നുള്ള നെയ്യത്തിൽ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ അവിടെ നന്നായി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഈ സ്ത്രീയെ നന്നായിട്ട് വസ്ത്രമൊക്കെ അണിയിച്ച് നല്ല വൃത്തിയും എടുപ്പോടുകൂടി ആക്കി കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഭക്ഷണവും കരുതി കൊടുത്തിട്ടുണ്ട്. സ്ത്രീയോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ആരാണ് ഇത് ചെയ്തു തന്നത്? സ്ത്രീ പറഞ്ഞു, എനിക്കറിയില്ല, ആരാണെന്ന് അറിയില്ല. ഒരു സഹോദരൻ രാവിലെ നേരത്തെ വരും, വെളുക്കുന്നതിന് മുമ്പേ എത്തും, ഇതൊക്കെ വൃത്തിയാക്കി എനിക്കുള്ള ഭക്ഷണവും ഒരുക്കി വെച്ച് പോകും എന്ന് പറയാണ്. ഉമർ റളിയല്ലാഹു അൻഹു 2-3 ദിവസം അടുപ്പിച്ച് കാവലിരുന്നു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. ആരാണ് എന്നറിയാൻ, ആരാണ് എനിക്കും നേരത്തെ ഈ ജോലി ചെയ്തു പോകുന്നത് എന്ന്. ഉമർ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ കണ്ട് അത്ഭുതപ്പെട്ടു പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഖലീഫയായി നിശ്ചയിക്കപ്പെട്ട മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അദ്ദേഹമാണ്
ഈ സേവന പ്രവർത്തനങ്ങൾ ചെയ്ത് മടങ്ങിപ്പോകുന്നു. അദ്ദേഹം വന്ന രാജ്യത്തിൻ്റെ അമീറാണ്, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് നമുക്ക് പറയാം. ഒന്നാം പൗരനാണ്. രാജ്യത്തിൻ്റെ ഭരണാധികാരം നിർവഹിക്കുന്ന ഖലീഫ ഒരു പാവപ്പെട്ട സ്ത്രീയുടെ വീട്ടിൽ നേരം വെളുക്കുന്നതിന് മുമ്പ് വന്ന് അവർക്ക് ആവശ്യമുള്ള മുഴുവൻ കർമ്മങ്ങളും ചെയ്തു കൊടുത്ത് ഒരു കാണാമറയത്ത് സേവനം ചെയ്ത് പോവാണ്. എത്ര ആനന്ദകരമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സേവന പ്രവർത്തനങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സമാനമായ ചരിത്രം ഉമർ റളിയല്ലാഹുവിന്റെ ജീവിതത്തിലും കാണാം. ഉമറിന്റെ ചരിത്രമാണ് പലപ്പോഴും ഈ രംഗത്ത് കേൾക്കാറുണ്ട്. റോമ കിണറിന്റെ ചരിത്രം നമുക്കറിയാം. കുടിവെള്ളത്തിന് പ്രശ്നം വന്നപ്പോൾ തൻ്റെ സമ്പത്ത് ചെലവഴിച്ച് ആ കിണർ ആ സമൂഹത്തിന് ഉപയോഗിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കിക്കൊടുത്ത ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ചരിത്രം. തൻ്റെ പ്രിയ പത്നി ഒരുപാട് കാലം ആവശ്യപ്പെട്ട് ഒരു മധുര പലഹാരത്തിന്റെ കട്ടിക്ക് വേണ്ടി ഒരുപാട് കാലം അപേക്ഷിച്ച് പറഞ്ഞു ഒരാഗ്രഹത്തെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ജോലി ചെയ്ത് തന്റെ അരപ്പട്ട വിറ്റ് കിട്ടിയ പണവും വാങ്ങി ഈ പലഹാരപ്പൊതിയുമായി വീട്ടിലേക്ക് വരുമ്പോഴാണ് വയറൊട്ടിപ്പിടിച്ച് 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് റോഡരികിൽ നിന്ന് കണ്ണീർ വാർക്കുന്ന ഒരു വൃദ്ധനായ മനുഷ്യനെ കാണുന്നത്. തന്റെ കയ്യിലുണ്ടായിരുന്ന തന്റെ പ്രിയതമക്ക് വേണ്ടി ഒരുക്കി വെച്ച ഈ പൊതി ആ വൃദ്ധന്റെ മുന്നിൽ തുറന്നു വെച്ച് അദ്ദേഹം അത് വാരിക്കഴിക്കുന്നത് വളരെ സന്തോഷത്തോടുകൂടി നോക്കിക്കണ്ട് കൺകുളിർക്ക സന്തോഷവുമായി വീട്ടിലേക്ക് പോകുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്നുണ്ട്. സേവനത്തിന്റെ വിശാലമായ മനസ്സിന്റെ ഉടമകളെ നമ്മൾക്ക് ചരിത്രത്തിൽ ഒരുപാട് കാണാൻ കഴിയും. ഞാൻ സൂചിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സേവന പ്രവർത്തനത്തിന്റെ ആത്മീയ സൗന്ദര്യത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒരു മുസൽമാൻ എന്ന നിലക്ക് അതിന്റെ സൗന്ദര്യം നമ്മൾ ഇടപെടുന്നിടത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സാമൂഹ്യ രംഗത്ത് നമ്മുടെ കർമ്മമണ്ഡലങ്ങളിൽ പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. ആരാണ് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന വാക്ക് പറയാം, പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, ഒറ്റക്കാവാം കൂട്ടായിട്ടാവാം, അത്തരം കർമ്മങ്ങൾ ചെയ്യുന്നവനാണ് ഏറ്റവും നല്ല പ്രവർത്തനം, ഏറ്റവും നല്ല വാക്കുച്ചരിക്കുന്നവൻ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ആളുകൾക്ക് ദഅവത്ത് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഏറ്റവും പുണ്യകരമായ പ്രവർത്തനമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ വഅമില സ്വാലിഹൻ, എല്ലാ കർമ്മങ്ങളും ചെയ്യുക എന്നതും പ്രധാനപ്പെട്ടതാണ്. ആ നിലക്കൊക്കെ എല്ലാ രംഗത്തും നമ്മൾ ഉണ്ടാവുക. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരുപാട് ആളുകൾ വിവിധ വിഷമങ്ങളുമായി ദുആ ചെയ്യാൻ വേണ്ടി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ തന്നെ മഹല്ലിലെ ഒരു സഹോദരി ക്യാൻസർ രോഗം ബാധിച്ച് വിഷമം അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ ഒരു സഹോദരൻ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. അതോടൊപ്പം തന്നെ സാമ്പത്തികവും ശാരീരികവും മാനസികവും ഒക്കെയായി വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എല്ലാവരുടെയും സതുദ്ദേശങ്ങളെ സഫലമാക്കി കൊടുക്കുമാറാവട്ടെ. രോഗം ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്നവർക്ക് അള്ളാഹു ആശ്വാസത്തിന്റെ വഴികൾ കാണിച്ചു കൊടുക്കുമാറാവട്ടെ. ശാരീരികവും മാനസികവുമായി പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നമ്മുടെ കാരണവന്മാരും നമ്മുടെ മഹലിലെ പ്രിയപ്പെട്ടവരുമൊക്കെ നമ്മുടെ പള്ളിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. അള്ളാഹു എല്ലാവർക്കും കൂടുതൽ ഖൈറും ബർക്കത്തും ആഫിയത്തും ഒക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ദീനീ രംഗത്തും അതുപോലെ തന്നെ സാമൂഹ്യ സേവന രംഗത്തുമൊക്കെ നിറഞ്ഞു നിന്ന് അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ഫضل കൊണ്ട് വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ അമലുകളും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പോരായ്മകൾ പരിഹരിച്ച് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ ബന്ധുമിത്രാദികൾ, നമ്മുടെ സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും ആരോഗ്യവും ഒക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും
ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ ജോലിയിലുമൊക്കെ നീ കൂടുതൽ ഖൈറും ബർക്കത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ നാടിനെയും ഈ രാജ്യത്തെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദീനിനുമൊക്കെ കൂടുതൽ ഇസ്സത്ത് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവെ നാട്ടിൽ നീതി നടപ്പിലാക്കാനും നന്മ കൊണ്ട് കൂടുതൽ സേവനം ചെയ്യാനുമൊക്കെ നീയത്താക്കിയ ആ നിലക്കുള്ള സേവന പ്രവർത്തകരെ ഞങ്ങൾക്ക് നീ ഭരണാധികാരികളായി നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. നന്മയിൽ മത്സരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ എല്ലാവിധത്തിലുമുള്ള ഫിത്നകളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ധാരാളം സതുദ്ദേശങ്ങളോടുകൂടി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് നാഥ. ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ നീ സഫലമാക്കി തരണ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار. اللهم ادخلنا الجنة مع الأبرار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.